കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആമേൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സജീവ അദ്ദേഹത്തെ വിശേഷാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന സഭാ ശുശ്രൂഷയും ചെയ്യുന്ന ദൈവദാസനാണ്. ആമേൻ ഞങ്ങൾ അടുത്ത സ്നേഹിതരാണ്. അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഹൃദയമായി ഇടപെടും. ഒരു വാക്കിലൂടെ, ഒരു വചനത്തിലൂടെ, ഒരു ദൃഷ്ടാന്തത്തിലൂടെ, ഒരു ദൂതിലൂടെ, ഒരു വെളിപ്പാടിലൂടെ ഒക്കെ ആത്മാവ് ആരോട് ഏതളവിൽ ഇടപെടണമോ അതേ അളവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. എല്ലാവരും ഒന്ന് അന്യഭാഷയിൽ ആത്മാവിൽ ജാഗരിച്ച് ആമേൻ ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്ര ഉണ്ടക അടകല ഉടക വൈശ്വനാവനാന വേദകന്തി മരഗുണകന്ത ഉടകാരം പനവേദക വക്ഷകന്ത കർത്താവ് ശക്തിയോടെ വീഡിയോയിൽ കടന്നു വരാൻ കഴിവുള്ളവരൊക്കെ വീഡിയോയിൽ വന്നായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കും. തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും എല്ലാറ്റിനും. നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ. നീ എൻ്റെ സർവവും എല്ലാറ്റിനും. തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ രാത്രി ശുശ്രൂഷയിൽ വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ ദാസനോടും കൂടി വന്ന പ്രിയപ്പെട്ടവരോടും ഒരുമിച്ച് ഈ രാത്രി മീറ്റിങ്ങിൽ തുടർന്നുള്ള ഏകദേശം 1 മണിക്കൂറോളം സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കിയ നല്ല അവസരത്തിനും നല്ല പ്ലാറ്റ്ഫോമിനും കൂടി വന്ന എല്ലാവർക്കും, വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനൂടെയായ പ്രിയ ജോസ് പാസ്റ്ററിനും കുടുംബത്തിനും എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം, രാത്രിയിലെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് ഈ പ്ലാറ്റ്ഫോമിനെ ഇത്രത്തോളം നടത്തിയത് ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും തന്നെ ഏൽപ്പിച്ച ഈ ഒരു ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുന്നതിൽ കർത്താവിൻ്റെ ദാസൻ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ശുശ്രൂഷിക്കേണ്ടതായിരുന്നു, എന്നാൽ ശാരീരികമായ പ്രയാസം കൊണ്ട് മറ്റൊരാളെ ക്ഷണിച്ചു. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഒന്നിച്ച് ആയിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുൻപ് പല പ്രാവശ്യം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ, സാക്ഷ്യം പറയുവാൻ, ദൈവജനത്തോട് ആലോചന പറയുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ, ദൈവത്തിലുള്ള ആശ്രയത്തോടെ, ഒപ്പം ഏറിയ പ്രതീക്ഷയോടെ നമുക്കൊന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പകലത്തെ ബദ്ധപ്പാടുകളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെത്തി, അല്ലെങ്കിൽ ചിലരൊക്കെ ജോലി സ്ഥലത്തായിരിക്കാം. എങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടി വന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കൂട്ടായ്മയെ ആചരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹത്തോടെ, ആവലോടെ, കൊതിയോടെ കൂടി വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ
എൻ്റെ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അല്പം കൊണ്ടും അധികം കൊണ്ടും ഒക്കെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ, നമ്മളെ ജയത്തോടെ നടത്താൻ നമ്മുടെ കർത്താവിന് കഴിയുമല്ലോ. 34-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ലോർഡ് ഈസ് ഗുഡ്. യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രിയിലും ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾക്ക് നടുവിൽ കർത്താവിനെ, ദൈവകൃപയെ, ദൈവശക്തിയെ, ആമേൻ, കൂട്ടായ്മയൊക്കെ രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും ഈ രാത്രി കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് തുടർന്ന് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഒരു ലഘുവായ, വളരെ ലളിതമായ ഒരു കൊച്ചു ചിന്ത നിങ്ങളുമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ സഹായമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ. അവൻ ഗെരസര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുക 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകിയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ എന്നുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിനെ ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. മതി ആന്റി, താങ്ക് യു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം പത്രോസിന്റെ മാനസാന്തരം എന്നൊരു സബ്ജക്റ്റാണ് അവിടെ നമ്മൾ കാണുന്നത്. പക്ഷെ പത്രോസിനെ കർത്താവ് രക്ഷയിലേക്ക്, ശുശ്രൂഷയിലേക്ക്, ഒരു അപ്പോസ്തോലത്വത്തിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത ഒരു മാർഗം പലപ്പോഴും നമുക്കറിയാം. കർത്താവിന്റെ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ആണ്, ചിലപ്പോൾ ചില ഇൻഡയറക്റ്റ് വേയിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ശമരിയാക്കാരത്തി സ്ത്രീയെ അന്വേഷിച്ച് കർത്താവ് ഏകദേശം 70 മൈലോളം നടന്ന് ഒരു കിണറിന്റെ അരികെ പോയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ശിഷ്യന്മാരെ ആഹാരത്തിന് പറഞ്ഞു വിട്ടിട്ട് യേശു ആ കിണറ്റിന്റെ അരികെ നട്ടുച്ചയ്ക്ക് ഇരിക്കുകയാണ്. സ്തോത്രം, എന്തിനാണ് താൻ നട്ടുച്ചയ്ക്ക് പോയത്? ആരും വെള്ളം കോരാൻ വരാത്തൊരു സമയമാണ് അവിടുത്തെ നട്ടുച്ച എന്ന് പറയുന്ന സമയം. എന്ന് പറഞ്ഞാൽ 4 പേർക്ക് നടുവിൽ ഒരു ഗ്രൂപ്പ് സഹോദരിമാര് വെള്ളം കോരാൻ വരുന്ന ആ ഒരു വലിയ കൂട്ടത്തിന് നടുവിൽ തല കാണിപ്പാൻ ബുദ്ധിമുട്ടുള്ള, അപകർഷതാബോധമുള്ള, ധാർമ്മികമായി പരാജയപ്പെട്ടു പോയ ഒരു സ്ത്രീയെ യേശു രക്ഷിപ്പാൻ പോകുകയാണ്. യേശുവിന്റെ 4 പ്രത്യേകതകൾ ഇവിടെ കാണാം. രക്ഷയോടുള്ള ബന്ധത്തിൽ, രക്ഷകൻ എന്നുള്ള ബന്ധത്തിൽ യേശുവിന്റെ രക്ഷണീയ വേലയുടെ 4 പ്രത്യേകതകൾ കാണാം. ഒന്ന്, ഹി ഈസ് എ സീക്കിംഗ് സേവിയർ. അവൻ നമ്മെ അന്വേഷിക്കുന്ന ഒരു രക്ഷിതാവാണ്. സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ കർത്താവ് അന്വേഷിച്ചു, കണ്ടെത്തി. സ്തോത്രം, അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുകയാണ്. രണ്ടാമത്, നമ്മൾ കർത്താവിന്റെ രക്ഷയുടെ പദ്ധതിയെ, അവളെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവൻ സാറ്റിസ്ഫൈങ് സേവിയറാണ്. സ്തോത്രം, അവൾക്ക് ഒരു തരത്തിലും ഒരു സംതൃപ്തി ഇല്ലാത്തവളായിരുന്നു. ഭർത്താക്കന്മാരെ മാറി മാറിയവൾ മാറ്റി നോക്കി. അവൾ യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നോക്കി. പക്ഷെ ഇതിനകത്തൊന്നും അവൾക്കൊരു ആത്മീയ സന്തോഷമോ ഒരു സംതൃപ്തിയോ കാണാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം, പക്ഷെ യേശു അവളോട് പറയാണ്, ഈ കിണറ്റിൽ നിന്ന് നീ ഇനിയും കോരി കുടിച്ചാലും വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. സ്തോത്രം, മൂന്നാമത് യേശുവിന്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നുണ്ട്. ഹി ഈസ് എ റിവീലിംഗ് സേവിയർ. അവൻ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. സ്തോത്രം, യേശു അവന്റെ പുറമെയുള്ള ചിത്രം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനാണ്. വസ്ത്രം കൊണ്ടും ഭാഷ കൊണ്ടും അവൻ യഹൂദനാണ് എന്നവൾക്ക് മനസ്സിലായി. കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയപ്പോൾ, കുറച്ചുകൂടെ വാക്കുകൊണ്ടും ഭാഷ കൊണ്ടും യേശു അവളോട് അടുത്തപ്പോൾ അവൾ വീണ്ടും പറയുകയാണ്, സ്തോത്രം, നീ യാക്കോബിനേക്കാൾ വലിയവനാണ്. സ്തോത്രം, വീണ്ടും അല്പം കൂടെ ആത്മീയ ആഴത്തിലേക്ക് പോവുകയാണ്. വീണ്ടും കുറച്ചുകൂടെ യേശു കാര്യങ്ങളെ പൊരുൾ തിരിച്ച് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ
അവൾ യേശുവിനോട് പറയുകയാണ്, സ്തോത്രം, നീ ഒരു പ്രവാചകനാണ്. സ്തോത്രം. കണ്ടോ, യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ പ്രത്യേകതകൾ ഓരോ പടിപടിയായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവൾ അവിടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് യേശു ആരാണെന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് അവൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ യേശു അവളോട് പറയുകയാണ്, സ്തോത്രം, നീ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ആളുകൾ അന്വേഷിക്കുന്ന, ഇസ്രായേൽ ജനം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന വാഗ്ദത്ത മശീഹായാണ് ഞാൻ. സ്തോത്രം. അവൾ അങ്ങോട്ട് യേശുവിനോട് പറഞ്ഞു, അതെ, മശിഹ വരും, മശിഹ വരും. യേശു പറയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, യേശു ഒരു നട്ടുച്ചയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് ആ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ശമരിയ പട്ടണത്തിലെ ഒരു മിഷണറിയായി, ഒരു ഉണർവുകാരിയായി, ഒരു കൂട്ടായ്മയുടെ ലീഡറായി, ഒരു പ്രാർത്ഥനക്കാരിയായി, ഒരു ശുശ്രൂഷക്കാരിയായി അവൾ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടം താത്തു വെച്ചിട്ട് ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൾ ഒരു വലിയ ആത്മീക കിണറുമായി ആത്മദാഹത്തോടെ ശമരിയുടെ പട്ടണത്തിലേക്ക് ഓടി. അവൾ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അവനെ കൂടുതലൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കാര്യം മുഴുവനും ഒരു പുസ്തകം വായിക്കുന്നത് പോലെ എന്നോട് വായിച്ച ഒരുവൻ ഒരു മസിഹ എന്ന് പറഞ്ഞ് അവൾ യേശുവിനെ പട്ടണത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും എത്രയോ വർഷങ്ങളായി യേശുവിനെ ആരാധിക്കുന്നു. യേശുവിനെ കുറിച്ച് ഒരുപാട് വെളിപ്പാടുകൾ, എത്രയോ സൂം മീറ്റിങ്ങുകൾ, എത്രയോ കാത്തിരിപ്പ് യോഗങ്ങൾ, എത്രയോ പവർ മീറ്റിങ്ങുകൾ, എത്രയോ ഉപവാസ പ്രാർത്ഥനകൾ. നമ്മുടെ ആത്മീയ വളർച്ചകളിൽ ഈ രാത്രി നമ്മൾ എവിടെ വരെ എത്തിയെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുകയും ഈ സൂമിൽ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, ഇനിയും എനിക്ക് വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ആ ആദ്യത്തെ സ്വപ്നം നമുക്കറിയാം. ലൂസിൽ കിടക്കുന്ന ആ യാക്കോബിന്റെ സ്വപ്നം എന്താ? സ്വർഗത്തോളം എത്തുന്ന വലിയൊരു ഗോവേണി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുവട് മാത്രമേ ഭൂമിയിലുള്ളൂ, ബാക്കി ഒന്നും ഈ മനുഷ്യന് കാണാൻ കഴിയുന്നില്ല, അദൃശ്യമായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല, അൺമെഷറബിൾ ആണ്. ദൈവത്തിന് സ്തോത്രം. അളക്കാൻ പറ്റുന്നില്ല, എണ്ണാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ വലിയപ്പച്ചനോട് ഒരിക്കൽ കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞു, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒന്ന് നോക്കിക്കേ, നിന്റെ തലയൊന്ന് ഉയർത്തി നോക്കിക്കേ, നിനക്കൊന്ന് എണ്ണാൻ കഴിയുമോ? അബ്രഹാം പറഞ്ഞു, എണ്ണാൻ പറ്റില്ല. ഒരുപക്ഷെ എണ്ണാൻ ശ്രമിച്ചായിരിക്കും. അവസാനം അബ്രഹാം പറഞ്ഞിട്ട് പറഞ്ഞു, സ്തോത്രം, എണ്ണാൻ പറ്റത്തില്ല. സ്വർഗം പറഞ്ഞു, നിനക്ക് എണ്ണാൻ പറ്റത്തില്ലെങ്കിൽ അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തന്ന് ഞാൻ നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും. ഇന്ന് രാത്രിയിൽ ഇവിടെ ആരുടെയോ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ? അവർക്ക് തലമുറകളില്ല. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം, സാറായുടെ ദൈവം, ഹന്നയുടെ ദൈവം, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ ചെയ്യാൻ ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച മാവേലിക്കര ഒരു സ്ഥലത്ത് എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. സ്തോത്രം. എനിക്ക് തോന്നുന്നൊരു 10 മാസങ്ങളുടെ പുറകിൽ അതേ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് പോയതാണ്. സ്തോത്രം. അന്ന് ഒരു വിഷയം വെളിപ്പെട്ടു വന്നു. ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞു. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവുമുണ്ട്, പക്ഷെ അവർക്ക് തലമുറയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു ഗ്ലാസ് വെള്ളം രണ്ടുപേരും കൂടെ കുടിക്കാൻ പറഞ്ഞു കൊടുത്തു. കൃപയാൽ ഈ ശനിയാഴ്ച ഞാൻ അറിഞ്ഞില്ല, മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. ഒരു സ്തോത്ര ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ. എന്താണെന്നറിയാമോ? ആ സഹോദരി ഒരു തലമുറയെ ഉദരത്തിൽ വഹിച്ചതിന്റെ നന്ദി പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് രാത്രി വിശ്വസിക്കും? അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഇന്ന് രാത്രി ഹന്നയുടെ ദൈവം, എലിസബത്തിന്റെ ദൈവം, പ്രാർത്ഥിച്ച ആ കുടുംബത്തിന്റെ ഉദരത്തെ തുറന്ന് കർത്താവിന്റെ കരം ആ കുടുംബത്തിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ ദുഃഖത്തിന്റെ സീസണെ മാറ്റി ഒരു ചിരിയുടെ സീസൺ ഉളവാക്കിയതുപോലെ സ്തോത്രം, ആ കൂടാരത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ. നോക്കൂ, ദൈവത്തിന് ഒരു മനുഷ്യൻ രക്ഷിക്കുവാൻ, ഒരു ദേശത്തെ രക്ഷിക്കുവാൻ, ഒരു സമൂഹത്തെ വിടുവിക്കുവാൻ ദൈവത്തിന് ഒരുപാട് വഴികളുണ്ട്. സ്തോത്രം. നമ്മൾ പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? അവന് സമുദ്രത്തിൽ വഴിയുണ്ട്, അവന് പെരുവെള്ളത്തിൽ വഴിയുണ്ട്, അവന് മരുഭൂമിയിൽ വഴിയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്ക് ശരിയല്ലേ ജോർജ് ഫിലിപ്പ് ബ്രദറെ? സ്തോത്രം. അവന് മരുഭൂമിയിൽ വഴിയുണ്ട്, അവന് സമുദ്രത്തിൽ വഴിയുണ്ട്, അവന് പെരുവെള്ളത്തിൽ വഴിയുണ്ട്. നിങ്ങൾക്കറിയാം ബാക്കി എന്തൊക്കെയാണെന്ന്. അവന് കൊടുങ്കാറ്റിൽ വഴിയുണ്ട്.
വഴിയുണ്ട്, അവന് ചുഴലിക്കാറ്റിൽ വഴിയുണ്ട്. നാം അനുഭവിക്കുന്ന ഏത് പരിശോധനയിലും ആമേൻ സ്തോത്രം ദൈവത്തിന് ഒരു വഴിയുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചാൽ നീ അനുഭവിക്കുന്ന കൊടുങ്കാറ്റിനകത്ത്, നാം കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ ചുഴലിക്കാറ്റിന് ത്ത് ഈ രാത്രി നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമുക്ക് ദർശിപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ അസാധാരണമായ വഴി, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ വഴിയെ ഈ രാത്രി ദൈവത്തിന് കാണാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന എത്ര പേർ ആത്മക്കണ്ണ് തുറന്ന് കാണുന്നുണ്ട്? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിനു വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഇന്ന് രാത്രിയിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഇവിടെ പത്രോസിനെ ദൈവം രക്ഷിക്കുവാൻ പദ്ധതിയിട്ടു. ഞാനിപ്പോഴും പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആമേൻ വിഷയം തയ്യാറാക്കുമ്പോൾ പറയാറുണ്ട്, ആമേൻ സ്തോത്രം, ശിഷ്യന്മാരിൽ യേശു കർത്താവിന്റെ ഏറ്റവും കൂടുതൽ നന്മ അനുഭവിച്ച ഒരു അപ്പോസ്തലനാണ്, ഒരു മനുഷ്യനാണ് പത്രോസ്. ദൈവത്തിന് സ്തോത്രം. പടകിന്റെ കഥ മുതൽ അങ്ങോട്ട് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. അമ്മായി അമ്മയുടെ സൗഖ്യം, സ്തോത്രം, ആമേൻ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ശുശ്രൂഷയുടെ കൈമാറ്റം, ആമേൻ, തള്ളി പറയത്തില്ല, നിന്റെ കൂടെ മരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും സ്തോത്രം തള്ളിപ്പറഞ്ഞു, 3 വട്ടം തള്ളിപ്പറഞ്ഞു. മാത്രമല്ല ആമേൻ, കൂടെ നിൽക്കേണ്ടവരെ കൂടെ ചേർത്ത് പിടിച്ച്, കൃപയിൽ നിർത്തേണ്ടവരെ കൂട്ടുപിടിച്ച്, പിന്നെയും അവൻ പിന്മാറ്റ അനുഭവത്തിലേക്ക് പോയി. യേശുവിനെ വീണ്ടും സ്നേഹിച്ചു. അവന് അടയും വെള്ളവും ഒക്കെ കൊടുത്ത് സ്തോത്രം വീണ്ടും പത്രോസിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. ഞാൻ രാത്രി നിങ്ങളോട് ചിന്ത പറയട്ടെ. ഈ സ്തോത്രം ആമേൻ ഗെത്സമന തോട്ടത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ യേശു പോയി, യേശുവിന്റെ കൂടെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. ആരെയാ കൊണ്ടുപോയത്? ആമേൻ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. സ്തോത്രം. യേശുവിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ 3 സെലക്റ്റഡ് ആയ 3 കഥാപാത്രങ്ങൾ യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. 12 പേരുണ്ട്, സ്തോത്രം, 500 പേരുണ്ട്, 3000 പേരുണ്ട്, 5000 പേരുണ്ട്. പക്ഷേ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേർ യേശുവിന്റെ ശുശ്രൂഷയുടെ ആമേൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവർ സന്തത സഹചാരികളായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, സങ്കീർണമായ ചില പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില പ്രതികൂലങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ, ആമേൻ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത് ശരിയല്ലേ മേരിക്കുട്ടി ആന്റി? ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്ക് കഴിയാത്ത, നമ്മുടെ ശക്തിക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ രംഗത്ത് വരുമ്പോൾ, ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, സ്തോത്രം, ഈ തല പോകുന്ന ഒരു വിഷയം ഇപ്പോൾ ബാബേലിൽ കിടക്കുകയാണ്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ദാനിയേൽ കൂട്ടുകാരെ വിളിച്ചു. 3 കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ രാത്രി ഉറങ്ങരുത്, ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ്, ഈ രാത്രി ജയിക്കേണ്ട രാത്രിയാണ്, ഈ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ 2-3 പേരെ കൂട്ടിന് പിടിച്ച്, ആമേൻ, വിശ്വസനീയമായ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന 1-2 പേരെ കൂടെ ചേർത്ത് പിടിച്ച്, ഹൃദയവുമായി ഐക്യതയുള്ള ചില സഹോദരങ്ങളെ, സഹോദരിമാരെ, ആമേൻ, എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഒന്ന് നിൽക്കും എന്ന് ബോധ്യമുള്ള ചിലരെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാമോ? ആമേൻ. നാം നിമിത്തം ഒരു കൂട്ടക്കൊല ഒഴിവായി കിട്ടും, ഒരു കൂട്ട ദുരന്തം ഒഴിവായി കിട്ടും, ചില കൂട്ട അപകടങ്ങൾ ഒഴിവായി കിട്ടും, ചില കൂട്ട ആത്മഹത്യകൾ ഒഴിവായി കിട്ടും. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ആമേ, നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിട്ടും ഇതുവരെയും ഒന്നും ആമേ സംഭവിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, രക്തത്താൽ ജയം. ആമേ, ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ആലോചന ദൈവനോട് ഇപ്പൊ പറയുന്നുണ്ട്. ആമേ, 6-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ, രാജാവ് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ അവൻ സാധാരണ പൗരനല്ല, അധികാരമുള്ള, അവൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള, സ്തോത്രം, ശക്തനായ, കരുത്തുള്ള ഒരു രാജ്യത്തിന്റെ രാജാവാണ്. പക്ഷേ സ്തോത്രം, നമുക്കൊരു കാര്യം അറിയാം, സൂര്യൻ അസ്തമിക്കുവോളം ദാനിയേലിനെ രക്ഷിപ്പാൻ രാജാവ് പരിശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. അടുത്ത പ്രഭാതം പുലർന്നപ്പോൾ, സ്തോത്രം, പ്രൈസ്തലോട് പറഞ്ഞ് രാജാവിന് ആയുസിന്റെ ദൈർഘ്യം നേർന്ന് ആ സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും ദാനിയേൽ പുറത്തു വന്നു. ഞാനൊരു ദൂത് പറയാം, നിന്റെ ബുദ്ധിക്കും നിന്റെ യുക്തിക്കും നിന്റെ കൈകളുടെ അധ്വാനത്തിനും സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ പ്രയത്നിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ അടുത്ത പ്രഭാതത്തിൽ നീ ഉണർന്നു വരുമ്പോൾ, നിന്റെ കൂടാരത്തിന് മുമ്പിൽ, നിന്റെ ജീവിതത്തിന് മുമ്പിൽ നീ എവിടെയാ
ഭാരപ്പെട്ടത് ആ വിഷയത്തിന് മുമ്പിൽ സ്തോത്രം പറഞ്ഞ് നിന്നെ പ്രഭാത വന്ദനം പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് രക്തത്താൽ ജയം? അല്ല, ഈ രാത്രി പുലരുന്നതിന് മുൻപ്, ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ്, അടുത്ത പ്രഭാതം പുലരുമ്പോൾ ചിലരുടെ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അല്ല, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ തിരിച്ചു പറയാം. ശലോമോൻ 1000 ഹോമയാഗം കഴിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ. 1000 ഹോമയാഗം കഴിച്ച് ദൈവത്തെ താൻ അങ്ങ് വല്ലാതെ പ്രസാദിപ്പിച്ചു. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി. 1000 ഹോമയാഗം ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ശലോമോനിൽ വ്യക്തിപരമായി ഭയങ്കര പ്രസാദമായി. ദൈവ ശലോമോനോട് അന്ന് രാത്രി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിനക്ക് എന്താണ് ആവശ്യം? നിന്റെ ആവശ്യം എന്താണ്? അതിനർത്ഥം എന്നാണെന്നറിയാമോ? 1000 സ്തോത്രം പറഞ്ഞ് കിടന്നുറങ്ങിയാൽ നീ നേരം വെളുക്കുന്നതിന് മുൻപ് നിന്റെ വിഷയത്തെ കർത്താവ് കയറി കൈയേൽക്കും. സ്തോത്രം, സ്തോത്രം. ആ പ്രഭാതം പുലരുന്നിടം വരെ ദൈവം വെയിറ്റ് ചെയ്തില്ല. ആ രാത്രിയിൽ തന്നെ സ്തോത്രം ശലോമോനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ആവശ്യം എന്താ? നിന്റെ വിഷയം എന്താ? സ്തോത്രം. നിന്റെ പ്രാർത്ഥനാ വിഷയം എന്താ? ഞാനത് സാധിപ്പിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ പ്രയത്നിച്ചിട്ടും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ സ്തോത്രം പ്രഭാതത്തിൽ സ്തോത്രം ചെയ്ത് രാജാവിന് മുമ്പിൽ വന്ദനം പറഞ്ഞ് വെളിപ്പെട്ടു വരികയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യങ്ങൾ, സ്തോത്രം, ചിലപ്പോഴൊക്കെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നമുക്ക് തോന്നും നമ്മുടെ കഴിവിന്, നമ്മുടെ കൈമിടുക്കുകൊണ്ട് അതൊക്കെ ചെയ്യാമെന്ന്. പറ്റത്തില്ല. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കാണാം. സ്തോത്രം. നോക്കിക്കേ, ഗെത്സമനയിലേക്ക് 3 പേരെയും കൊണ്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. 3 പേരും പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് വല്ലാതെ അങ്ങ് ക്ഷീണിച്ച് അവരുടെ കണ്ണിനൊക്കെ അങ്ങ് പിശാച് നന്നായിട്ട് തലോടി അങ്ങ് ഉറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യേശു വന്ന് പറഞ്ഞു, ശീമോനെ, നീ ഒന്ന് ഉണർന്നേ, ഒന്ന് പ്രാർത്ഥിച്ചേ, പരീക്ഷകൻ മുമ്പിലുണ്ട്. സ്തോത്രം. എന്തിനെ പത്രോസിനെ യേശു ഇങ്ങനെ വല്ലാതെ ഉദ്യമിപ്പിക്കുന്നറിയാമോ? പത്രോസിനെ യേശു വല്ലാതെ ഉത്സാഹിപ്പിക്കുന്നതിന്റെ പിറകിൽ ഒരു പദ്ധതിയുണ്ട്. അടുത്ത 40 ദിവസം കഴിയുമ്പോൾ, അടുത്ത 10 ദിവസം കൂടെ കഴിയുമ്പോൾ പെന്തക്കോസ്ത് ദിവസം, പെന്തക്കോസ്ത് പെരുന്നാൾ എന്നൊരു ദിവസമുണ്ട്. അത് യെരുശലേമിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഭയങ്കര റിച്വൽ സെലിബ്രേഷനാണ്. ദൈവത്തിന് സ്തോത്രം. ആ 40 ദിവസം കഴിഞ്ഞ് ഒലിവുമലയിൽ നിന്ന് കയറിപ്പോകുമ്പോൾ സ്തോത്രം ശിഷ്യന്മാരെ 10 ദിവസത്തെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറ്റിയിരുത്തും. ദൈവത്തിന് സ്തോത്രം. അവർക്കറിയത്തില്ല. അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. സ്തോത്രം. അതുവരെ നടക്കാത്തൊരു കാര്യം, അതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, ദീർഘമായ ദിവസങ്ങൾ സ്തോത്രം എന്താ സംഭവിക്കുക എന്നറിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന് പത്രോസിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ 50-ാം പെരുന്നാൾ അപ്പുറത്തെ പള്ളിയിൽ കേമമായി നടക്കുമ്പോൾ ഇപ്പുറത്തൊരു സ്ഥലത്ത് 3000 പേരെ രക്ഷിക്കുവാൻ പ്രാസംഗികനായി, ഒരു പ്രവാചകനായി, ഒരു അപ്പോസ്തലനായി എനിക്ക് എൻ്റെ ദാസനെ ആ കൂട്ടത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തണമെന്നുള്ളത് ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയാണ്. സ്തോത്രം. പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, വാളെടുത്ത് യേശുവിനെ കൂടെ രക്ഷിക്കാൻ വേണ്ടി വല്ലാതെ ഒരുപെട്ട് ഉത്സാഹത്തോടെ ആ വാളുകൊണ്ടൊരു വീശി. സത്യത്തിൽ പറഞ്ഞാൽ മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ കഴുത്തിന് തന്നെയാ പത്രോസ് വെട്ടിയത്. പക്ഷേ കൃപയാൽ, ഞാനൊരു ദൂത് പറയാം, കഴുത്തിന് വെട്ടിയെങ്കിലും ദൈവം കൃപയാൽ അത് കഴുത്തിന് കൊള്ളാൻ അനുവദിച്ചില്ല. പകരം അത് എവിടെ കൊണ്ടെന്നറിയാമോ? അത് കാതിൽ കൊണ്ടു. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, സ്തോത്രം, കണ്ണെ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ട് മാറിയെന്ന്. എന്നതുപോലെ സ്തോത്രം, എന്താ നിങ്ങളോട് കൈമാറാനുള്ള ചിന്ത? ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഒരുപക്ഷെ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് പത്രോസിനെ അവർ പിടിച്ച് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് FIR തയ്യാറാക്കി. പെന്തക്കോസ്ത് നാളിൽ ഒരു ഉണർവിന് മുമ്പിൽ നിൽക്കേണ്ടവനെ അത് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ നിർത്താതെ വേറെ ഒരു തടവറയിലേക്ക് മാറ്റാൻ സാധ്യതകൾ ഉണ്ടാകുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരീക്ഷകൻ പുറകിലുണ്ട്, നീ പ്രാർത്ഥിച്ച് ജയമെടുത്തേ പറ്റൂ. ഈ പ്ലാറ്റ്ഫോമിലുള്ള ആരോടൊക്കെയോ
കർത്താവ് പറയുന്നു, നീ നിൽക്കേണ്ട ചില പൊസിഷനുകളിൽ, നീ ചെന്നെത്തിച്ചേരേണ്ട ചില പ്രത്യേക നേട്ടങ്ങളിൽ, നീ എത്തിപ്പിടിക്കേണ്ട ചില ഉയർച്ചകളിൽ നിന്നെ എത്തിക്കത്തില്ലെന്ന് നിന്റെ പിൻപിൽ നിന്ന് വാദിച്ചു നിൽക്കുന്ന ചില ഇരുളിന്റെ സ്വാധീനങ്ങളോട് ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ അഡ്രസ് ചെയ്ത് പറയുന്നു. പത്രോസിനെ കുടുക്കിയതുപോലെ പത്രോസിന്റെ കയ്യിൽ കർത്താവ് പ്രാർത്ഥനയുടെ താക്കോല് കൊടുത്തിട്ട് അത് മാറ്റിയിട്ട് അവനെ ഉറക്കി അവന്റെ കയ്യിൽ വാളെടുത്ത് കൊടുപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ, ഉണരേണ്ട സമയങ്ങളിൽ, ജയിക്കേണ്ട സമയങ്ങളിൽ ആത്മാവിൽ ഉണർന്നെഴുന്നേൽക്കാൻ കഴിയാതെ ശാരീരികമായും മാനസികമായും ആത്മീയമായും വിശ്വാസത്തിലും ദുർബലമാക്കുന്ന ചില വല്ലാത്ത കെട്ടുകളെ ഈ രാത്രി ഞാൻ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും യേശുവിന്റെ നാമത്താൽ അഴിച്ചു കളയുകയാണ്. യേശുവിൻ നാമത്തിൽ നിന്നെ വല്ലാതെ ഉറക്കിക്കളയുമ്പോൾ ഓർത്തോണം, അടുത്ത ദിവസം എന്നെ കൊണ്ട് ദൈവത്തിന് എന്തോ അസാധാരണ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അടുത്ത പ്രഭാതത്തിൽ ദൈവത്തിന് എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടുവിപ്പാൻ, ആരുടെയൊക്കെയോ രക്ഷയ്ക്ക് വേണ്ടി എവിടെയൊക്കെയോ നിർത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കെതിരായി നമുക്കെതിരെ ചലിക്കുന്ന, നമുക്കെതിരെ പോരാടുന്ന ഒരു ഇരുളിന്റെ ശക്തിയ ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ വെട്ടി പ്രാർത്ഥിക്കുന്നത്. ആരാധന ഘടകസിയാധന യേശുവിന്റെ നാമത്തിൽ സുജാസോട് ആത്മാവ് ഈ രാത്രി പറയുന്നു, ചിലയിടത്ത് എത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പലപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും ദർശനത്തിനനുസരിച്ച് ചലിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില മന്ദതകൾ, ചില ക്ഷീണങ്ങൾ, ചില പിരിമുറുക്കങ്ങൾ, ചില സമ്മർദ്ദങ്ങളിട്ട് വല്ലാതെ അങ്ങ് ഞെരുക്കിക്കളയുമ്പോൾ ഈ രാത്രി ആത്മാവിൽ ഉണർന്നു ചില പ്രത്യേക ആത്മതലങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. ജൂഡാന ഹസിയ അർഗാന ഹസിയതേനകം ജനാസിയാധന. രൂത്തിനെ കളത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ദൈവത്തിന് ഒന്നറിയാം, അവൾക്ക് പരിചയമില്ല, അവൾക്ക് വേല ചെയ്ത് പരിചയമില്ല, കോതമ്പ് കൊയ്ത് പരിചയമില്ല, യവം കൊയ്ത് പരിചയമില്ല, കളത്തിൽ ഇതുവരെ ഉള്ള ഒന്നിനെ കുറിച്ച് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ അവളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവത്തോട് അവളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, അവളെ തൊടരുത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സിസ്റ്ററെ, ഒരു പ്രത്യേക അതിരിനകത്ത് നിങ്ങളുടെ ഭവനം പ്രൊട്ടക്റ്റഡ് ആണെന്ന് നിങ്ങളെ നോക്കി ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അതുകൊണ്ട് വല്ലാത്ത ഭയവും വല്ലാത്ത ആശങ്കകളും വേണ്ട കേട്ടോ. ഈ രാത്രി ആത്മാവിൽ ബലപ്പെട്ടു. സ്തോത്രം. റോമാലേഖനത്തിന്റെ സ്തോത്രം 8-ാം അധ്യായത്തിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു ഭാഗ്യമുണ്ട്. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മൾ ആരാണ്? ബലഹീനരാണ്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ? സ്തോത്രം. നമ്മുടെ കുഴപ്പം എന്താ? സ്തോത്രം. നമ്മുടെ കുഴപ്പം നമ്മൾ ബലഹീനരാണെന്ന് നമ്മൾ സമ്മതിക്കുകയല്ല. സ്തോത്രം. നമ്മൾ ബലഹീനരാണെന്ന് എപ്പോൾ ദൈവത്തോട് സമ്മതിക്കുമോ അപ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത്. 4 ബലഹീനതകൾ ഞാൻ പറയാം. ഒന്ന്, 2 ശമൂവേൽ 3-ാം അധ്യായം 39-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് കുറിച്ചു വെച്ച് വാക്യങ്ങൾ വായിച്ചു. സ്തോത്രം. ദാവീദ് പറയുകയാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചവരെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ്. സ്തോത്രം. വാക്യം ശരിയാണെന്ന് ഞാൻ കരുതുകയാണ്. 2 ശമൂവേൽ 3:39. ആരാ ഇത് പറയുന്നത്? ഒത്തിരി യുദ്ധം നടത്തിയ മനുഷ്യൻ, ഗോലിയാത്തിനെ ഒറ്റ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അവന്റെ വാളെടുത്ത് അവന്റെ തല ഛേദിച്ച് സ്തോത്രം ജയിച്ച് മുന്നോട്ട് വന്നവൻ ഇപ്പൊ പറയാണ്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനാണ്, പക്ഷേ എൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാനൊരു ബലഹീനനാണ്. സ്തോത്രം. അപ്പോൾ അഭിഷേകത്തിന്റെ മേൽ വരുന്ന ബലഹീനത, ആത്മീയതയുടെ മേൽ വരുന്ന ബലഹീനത. സ്തോത്രം. 2 മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു പത്രോസിനോട് പറയുകയാണ്, ആത്മാ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബലഹീനത. സ്തോത്രം. വല്ലാതെ ശരീരത്തിൽ അങ്ങ് ബലഹീനതയിട്ട് പ്രാർത്ഥിപ്പാൻ കഴിയാതെ, സ്തോത്രം ചെയ്യാൻ കഴിയാതെ, അന്യഭാഷ പറയാൻ കഴിയാതെ നമ്മെ വല്ലാതെ ദുർബലപ്പെടുത്തുമ്പോൾ ഓർത്തോണം, ഇതിന്റെ പുറകിൽ ഒരു പരീക്ഷകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ ഒരു ബലഹീനത നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ കർത്താവ് പത്രോസിനോട് പറയാണ്, ആ ബലഹീനത തന്നെ വല്ലാതെ അലട്ടിയപ്പോൾ പത്രോസ് 3 വട്ടം ഒരുപക്ഷെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ താൻ കാര്യം പറഞ്ഞു. പക്ഷെ 3-ാമത്തെ വട്ടം തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിട്ട് പറയുകയാണ്, സ്തോത്രം, എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ
എന്റെ ശക്തി തികഞ്ഞു വരും. ഇന്ന് രാത്രി ആരോടോ പറയുന്നു, സ്തോത്രം, ദൈവം ചിലരെ കുത്താൻ ഏൽപ്പിച്ചത് സ്തോത്രം നിത്യതയിൽ നമ്മൾ കാണണമെന്നുള്ളത് കൊണ്ടാണ്. മണവാട്ടി സഭയിൽ നമ്മൾ എത്തപ്പെടണമെന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ കുത്ത് കഴിയുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ടു വരും. 3 ബലഹീനതകളാണ്. 1 ആത്മീയ ബലഹീനത, 2 ശാരീരിക ബലഹീനത, 3 മാനസിക ബലഹീനത. സ്തോത്രം. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ബലഹീനരായവർ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിന്റെ ബലഹീനത, വിശ്വാസത്തിൽ കുറവ് വരാം, വിശ്വാസം പോയിപ്പോകാം. പക്ഷെ യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി. സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. പണ്ടത്തെ പോലെ ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നു. പണ്ട് എന്തിനും വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര ഫെയ്ത്ത് ആയിരുന്നു. പക്ഷെ ഇന്ന് വിശ്വാസത്തിൽ പലരും ബലഹീനരായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് ആത്മാവിൽ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എത്ര പേര് കരങ്ങളെ ഉയർത്തി ബലഹീനതകൾ സമ്മതിച്ച് ആത്മാവിൽ ദൈവത്തോട് പറയും, കർത്താവേ, ഈ രാത്രിയിൽ എന്റെ ബലഹീനതകളിൽ സ്തോത്രം തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കണമേ. എന്റെ വിശ്വാസത്തിന്റെ ബലഹീനതകളിൽ വലിയ വിശ്വാസത്തിന് ഉടമസ്ഥയായി, വിശ്വാസത്തിൽ സമ്പന്നരായി, ഒരു കുറവില്ലാത്തവരായി, പിശാചിന് തൊടാൻ കഴിയാത്ത ഒരാത്മീയ നിലയിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ ആത്മാവിൽ ഉദ്ധരിക്കണമെന്ന് എത്ര പേര് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ ഓർത്ത് ഈ രാത്രി സ്തോത്രം ചെയ്യുക. ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തി അല്പസമയങ്ങൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ജൂഡാന ഹസിയ അർഗാന ഹസിയതേ നഗം ജനാദിയാദന അർബൽ ഖമനിയ സധൂന ഗഞ്ചനസിയാദന. ഈ രാത്രി ശാരീരിക ബലഹീനതകൾ മാറട്ടെ, മാനസികമായി അനുഭവിക്കുന്ന ചില ബലഹീനതകൾ മാറട്ടെ, അഭിഷേകത്തിൽ വീണ ചില ബലഹീനതകൾ. ശുശ്രൂഷയുണ്ട്, പക്ഷെ ഇന്നും ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ വല്ലാതെ അങ്ങ് ഭാരപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാവ് ദൂത് പറയുന്നു, സ്തോത്രം, അഭിഷേകത്തിന്റെ ബലഹീനതകൾ, ശാരീരിക ബലഹീനതകൾ, മാനസിക ബലഹീനതകൾ, വിശ്വാസത്തിന്റെ ബലഹീനതകളിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിറക് മുളച്ചിട്ടും ചിറകുണ്ടായിട്ടും പറക്കാൻ കഴിയാതെ, വായ്കളെ തുറക്കാൻ കഴിയാതെ, ആത്മാവിൽ ചിലരെ ഒതുക്കിക്കളയുന്ന, മൗനവ്രതത്തിലേക്ക് കൊണ്ടുപോകുന്ന, വാ തുറക്കാൻ കഴിയാതെ പോരാടുന്ന ചില പോരുകൾ ഈ രാത്രി തന്റെ ശരീരത്തിൽ നിന്ന് അഴിയുന്ന വെളിപ്പാട് ഈ കൂട്ടായ്മയിൽ ഞാൻ ആത്മാവിൽ കൈമാറുക. എന്റെ ഹൃദയത്തിൽ ഓടി വരുന്നൊരു വാക്യമുണ്ട്, ഉടനെ അവന്റെ വായും അവന്റെ നാവും തുറന്നു, അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ദീർഘനാളുകളായി സൈലന്റാ കേട്ടോ. ചിലർ ഇതിനകത്ത് നിശബ്ദര, ചിലർ മൗനത്തില, ചിലർ ഒതുങ്ങിയിരിക്കുകയാ. ഈ രാത്രിയിൽ ആത്മാവ് പറയുന്നു, പുരോഹിതനായ സക്കരിയാവേ, നിന്റെ മുമ്പിൽ ഒരു പ്രവാചക ശുശ്രൂഷയുണ്ട്. പക്ഷേ 9 മാസം ഒരു നിശബ്ദതയുടെ പീരീഡ് ഈ രാത്രിയിൽ ചിലരോടൊക്കെ ആത്മാവ് പറയുന്നു, ജോർജ് ഫിലിപ്പ് ബ്രദറെ, ഒരു സൈലന്റ് സീസൺ മാറാൻ പോകുക, ഒരു നിശബ്ദതയുടെ സീസണെ ദൈവാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊട്ടു ദൂത് പറയുന്നു, നിന്റെ സൈലൻസ് പീരീഡ്, കൃപയുണ്ട്, ശുശ്രൂഷയുണ്ട്, ജീവിത വിശുദ്ധിയുണ്ട്, അഭിഷേകമുണ്ട്. പക്ഷെ എവിടോ പിശാച് നിന്നെ ഒതുക്കി, പിശാച് നിന്റെ ബലഹീനതകളിൽ മുതലെടുത്തു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ നിശബ്ദതയുടെ കാലം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല, പലർക്കും നേരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. പണ്ടത്തെ പോലെ വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല. എവിടെയൊക്കെയോ വായുകൾ അടഞ്ഞുപോയി, വഴികൾ അടഞ്ഞുപോയി, എവിടെയൊക്കെയോ ബന്ധങ്ങൾ ഉലഞ്ഞുപോയി. ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ കാറ്റുകൊണ്ട് ഉലഞ്ഞാടുന്നത് പോലെ ചിലരുടെ മനസ്സിനെ, ചിലരുടെ ശരീരത്തെ, ചിലരുടെ ബന്ധങ്ങളെ, ചിലരുടെ കുടുംബജീവിതത്തെ പോലും അങ്ങ് വല്ലാതെ പിശാച് ഒലച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ സൈലന്റ് സീസൺ ദൈവാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ഗിബ്സൺ ബ്രദറെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. റംദൽ ജാനഘടകസിയാധന. ഈ രാത്രി ചിലർ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ചില സൈലൻസ്, നിശബ്ദതയുടെ അധ്യായങ്ങളെ ആത്മാവ് ഈ രാത്രിയിൽ പുറത്തു കളയുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ രാത്രി ചിലരുടെ വായും നാവും തുറന്ന് ഒരു പുതിയ സീസണിലേക്ക്, ശുശ്രൂഷയുടെ ചില പുതുക്കങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നടത്താൻ ഇതിനകത്ത് പദ്ധതിയിട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ രാത്രി ഒന്ന്
ഞാൻ പടകെന്നൊരു വിഷയമാണ് ഇന്ന് രാത്രിയിൽ പറയാം. ഞാൻ പത്രോസിന്റെ ഒരു വിഷയത്തിലേക്ക് കയറിപ്പോയെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പത്രോസിനോട് യേശു പറയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. പക്ഷെ പിശാച് ഈ പത്രോസിനെ ആ വല്ലാത്ത പരീക്ഷയിൽ അകപ്പെടുത്തി കളഞ്ഞു. എങ്കിലും യേശു അവന് വേണ്ടി മുന്നമേ പ്രാർത്ഥിച്ചു. അവൻ അകപ്പെട്ടിട്ടല്ല യേശു പ്രാർത്ഥിച്ചത്, യേശു അവൻ അകപ്പെടുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചു. ആ നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്ത് ഞാനും നിങ്ങളും ചില കാര്യത്തിൽ, ചില അനർത്ഥത്തിൽ, ചില രോഗങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ അകപ്പെടുന്നതിന് മുൻപ്, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സൂമിൽ ഒരുപക്ഷെ വീഡിയോ ഓണാക്കിയില്ലെങ്കിലും ആമേൻ കാത് തുറന്നവരോട് ഞാൻ ദൂത് പറയുക, അകപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഞാനും നിങ്ങളും അകപ്പെടുന്നതിന് മുന്നമേ ആമേൻ നമുക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവൻ ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ, എന്തുകൊണ്ടാണ് ഗന്നേസരത്ത് തടാകത്തിന്റെ ആ തീരത്ത് ഇത്രയും വലിയൊരു പുരുഷാരം കൂടി നിൽക്കുന്നത്? ഇത്രയും വലിയൊരു ആൾക്കൂട്ടം എന്തിനാണ്? യേശുവിന്റെ മീറ്റിങ്ങിന് ഭയങ്കര ആൾക്കൂട്ടമാണ്. ഒരു ക്രൗഡ് പുള്ളിംഗ് മീറ്റിംഗ് ആണ് യേശുവിന്റെ മീറ്റിംഗ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത അസൂയയും യേശുവിനോട് ഉണ്ടായിരുന്നു. കാരണം സ്തോത്രം, മുടിയും വടിയും ഒക്കെ കൈ പിടിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ കൂട്ടം ആളുകൾ മതത്തിന്റെ പേര് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുവിന്റെ മീറ്റിംഗിൽ വലിയ പുരുഷാരം വന്ന് തള്ളി തിക്കുകയാണ്. എന്തിനു വേണ്ടി അവർ വന്നെന്നറിയാമോ? ദൈവത്തിന്റെ വചനം കേൾക്കാൻ. സ്തോത്രം. ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ആളുകൾ കൊതിക്കുന്ന ഒരു കാലം വരും. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനം കേൾക്കുന്നതിനുള്ള ഒരു ഭയങ്കര ദാഹം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ എന്ന കൊച്ചു ബാലൻ ആലയത്തിൽ ദൈവശബ്ദം കേട്ട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണമില്ലേ? 3:9 ഇങ്ങനെയാ: യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. സ്തോത്രം. പക്ഷെ ഇതിനു മുൻപും ശമൂവേലിനെ വന്ന് യഹോവ വിളിച്ചിരുന്നു, ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം. പക്ഷേ വിളി കേട്ട് ശമൂവേല് പോയത്, ആമേൻ, വിളി പണ്ട് കേട്ടിരുന്നതും ഇപ്പോൾ ദൈവശബ്ദം നിന്നു പോയതുമായ ഒരു ഏലി എന്ന ശുശ്രൂഷകന്റെ അടുക്കലാണ്. ദൈവത്തിന് സ്തോത്രം. തന്നിമിത്തം നമുക്കറിയാം എന്ത് സംഭവിക്കേണ്ടി വന്നു എന്നുള്ളത്. സ്തോത്രം സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം അറിയാം. ആമേൻ. ഏലി അവസാനം ശമൂവേലിനോട് ഒരു കാര്യം പറഞ്ഞു: ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ, ഇനിയും ഇങ്ങനെ ഒരു എൻകൗണ്ടർ നിന്റെ മേൽ ആവർത്തിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ മുട്ടുമടക്കി പറയണം. എങ്ങനെ പറയണം? ലോർഡ് സ്പീക്ക് ടു മീ. കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നോട് അങ്ങ് സംസാരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഇന്ന് രാത്രിയിൽ 1 മണിക്കൂർ സമയം മാറ്റിവെച്ച്, ആമേൻ, സ്തോത്രം, ഉറക്കം വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഉറപ്പാണ് അതിനകത്തൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടാതെ ഈ മീറ്റിംഗ് അവസാനിക്കത്തില്ല. ഉറപ്പായ കാര്യമാണ്. രക്തത്താൽ ജയം. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പുരുഷാരം അവിടെ കൂടിയത്? സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കാൻ. സ്തോത്രം. ശമൂവേല് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. എന്നാൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എക്സോഡസ് ചാപ്റ്റർ 20:19 വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു: ഇനിയും ഒരിക്കൽ പോലും ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട. സ്തോത്രം. ഇനിയും ഒരിക്കലും ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കേണ്ട. പിന്നെ എന്തു മതി? മോശ ഞങ്ങളോട് സംസാരിച്ചാ മതി. സ്തോത്രം. ദൈവശബ്ദത്തെ അവർ അവിശ്വാസത്താൽ, സ്തോത്രം, തിരസ്കരിച്ചു. ദൈവം അവരോട് സംസാരിക്കേണ്ട എന്നവർ ദൈവത്തോട് പറഞ്ഞു. സ്തോത്രം. പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവരോട് പിന്നീട് ദൈവം സംസാരിക്കുന്നില്ല. മോശയാണ് പിന്നീട് അവരോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ദൈവശബ്ദത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഉത്സാഹം, ഒരു മീറ്റിങ്ങിന് പോകുന്നതിന്, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള നമ്മുടെ വ്യഗ്രത, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രതിപത്തി, നമ്മുടെ ആ ഒരു ലോയൽറ്റി എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് കണക്കെടുക്കും. ഞാൻ കഴിഞ്ഞ സഭായോഗത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. ഈ ജനിക്കരുതാത്തടത്ത് ജനിച്ച ഒരാളാണ് മോശ.
വിവാഹം കഴിക്കാൻ നിയമമില്ലാത്ത ഒരു സ്ഥലത്ത് വിവാഹിതരായ ഒരു ദാമ്പത്യ ബന്ധമായിരുന്നു മോശയുടെ മാതാപിതാക്കളുടെ ദാമ്പത്യ ബന്ധം. എന്താ അങ്ങനെ പ്രസംഗിച്ചെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സ്തോത്രം. എബ്രായരുടെ പാളയത്തിൽ എവിടെങ്കിലും ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ അവനെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്നുള്ളത് എഴുതി കെട്ടിയിരിക്കുന്ന ഒരു രാജകീയ പ്രമാണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എബ്രായ കൂടാരങ്ങളിൽ കുഞ്ഞുങ്ങൾ ആരും ഇപ്പോൾ വിവാഹം കഴിക്കാറില്ല. എന്താ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയും, വിവാഹം കഴിച്ചാൽ എങ്ങനെയാണേലും 1 അല്ലെ 2 വർഷം കഴിയുമ്പോൾ ഒരു തലമുറ ഉണ്ടാകുക സ്വാഭാവികമാണ്. സ്തോത്രം. മനസ്സോടെ ആ ജനിച്ച കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നത് കാണാൻ ഞങ്ങൾക്ക് ഹൃദയമില്ല, മനസ്സില്ല. അതുകൊണ്ട് ഇന്ന് ആർക്കും വിവാഹം വേണ്ട. ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, സ്തോത്രം, ചില വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്നതിൻ്റെയൊക്കെ പിൻപിൽ എഴുതി കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി തലമുറകൾ പലരും വിവാഹത്തിൽ നിന്ന് സ്കൾക്ക് ചെയ്യുമ്പോൾ, വിവാഹം വേണ്ടാന്ന് വെക്കുമ്പോൾ, സ്തോത്രം, 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 ഓർത്തോണം, അതിന്റെ പിറകിൽ ചില കൈയെഴുത്തുകളുണ്ട്, ചില സ്തോത്രം എതിരായ ചില നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ കുഞ്ഞിന്റെ വിവാഹം സമയത്ത് നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, അതിന്റെ പുറകിൽ അനർത്ഥങ്ങൾ എഴുതുന്ന ചില എഴുത്തുകാരുണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇതാ ഒരു നിയമം എഴുതി കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ പാളയത്തിൽ ഇപ്പോൾ യൗവനക്കാരും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2:1 വായിക്കുന്നുണ്ട്, ഒരു ലേവ്യ പുരുഷൻ ഒരു ലേവ്യ കന്യകയ്ക്ക് കൈ കൊടുത്തു. സ്തോത്രം. അതൊരു നിയോഗത്തിന്റെ കൈകൊടുപ്പായിരുന്നു. സ്തോത്രം. വിശ്വാസത്താൽ അവർ കൈ കൊടുത്തു. എന്തും സംഭവിക്കട്ടെ, ഇത് ദൈവത്തിന്റെ സമയമാണ്, ഇത് ദൈവത്തിന്റെ കാലമാണ് എന്നവർ തിരിച്ചറിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തപ്പോൾ അവർക്ക് മോശ എന്ന് പറയുന്ന ഒരു സുന്ദരനായ സ്തോത്രം, ഒരു നിയോഗത്തിലൊരു തലമുറ ജനിച്ചു. സ്തോത്രം. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ വീട്ടിൽ ഭയങ്കര സന്തോഷം. അവന്റെ മുഖത്തൊരു ഡിവൈനിറ്റി, ഒരു ഡിവൈൻ ബ്യൂട്ടി. അവനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. അവന്റെ മൂത്ത ചേച്ചി പറഞ്ഞു, ഇവനെ എങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കണം, ഇവനെ എങ്ങനെയും നമുക്ക് വളർത്തണം എന്ന് പറഞ്ഞൊരു പെട്ടകം വാങ്ങി. സ്തോത്രം. അവൾ ഏറ്റു. അപ്പനും അമ്മയും കൂടെ പെട്ടകമുണ്ടാക്കി കീലും പശയും തേച്ചു. അവള് പറഞ്ഞു, ഇവനെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സ്തോത്രം. അങ്ങനെയാ ചില കുഞ്ഞനുജന്മാരുടെ കാര്യം മൂത്ത ചേച്ചിമാരുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. അവരാ കാര്യം ഏറ്റെടുത്തു. അവൾ ആ കാര്യം ഏറ്റെടുത്തു. ആ കുഞ്ഞിനെയുമായി പെട്ടകമെടുത്ത് എവിടെ കൊണ്ടുവച്ചു? നൈൽ നദിയിൽ കൊണ്ടുവച്ചു. ഫറവോന്റെ മകൾ കുളിക്കുന്ന കുളിക്കടവിൽ കൊണ്ടുവച്ചു. കൃത്യമായി നമുക്കറിയാം. സ്തോത്രം. ആ വെള്ളത്തിലൂടെ മോശ എവിടെ എത്തി? ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. സ്തോത്രം. എന്ന് മാത്രമല്ല, ജീവിത ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ സ്വന്തം മുലപ്പാല് സ്വന്തം മകന് കൊടുത്തിട്ട് കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച ഒരമ്മയുണ്ടെങ്കിൽ അത് നിയോഗത്തിൽ കൈകൊടുത്ത, വിശ്വാസത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത ഒരമ്മയാണെന്നൂടെ ചേർത്ത് പറയാൻ ഞാൻ ഇന്ന് രാത്രിയിൽ അഭിമാനിക്കുകയാണ്. ഇതിനകത്ത് കയറിയ ചിലരോട് ഞാൻ ഇന്ന് രാത്രിയിൽ വെളിപ്പാട് കൈമാറുകയാണ്. കഷ്ടതയുടെ വെള്ളത്തിൽ കൂടെ, ശോധനകളിൽ കൂടെ നീയും ഞാനും ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മാന്യത, ദൈവത്തിന്റെ ആദരവുകൾ നിന്നെ തേടി വരും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അവൻ പഠിച്ചില്ല, അവന് ജോലി കിട്ടിയില്ല. പക്ഷേ അമ്മയുടെ മുലപ്പാല് കുഞ്ഞിന് കൊടുത്തതിന്റെ പേരിൽ ആദ്യമായി തലമുറയിൽ ശമ്പളം വാങ്ങിച്ച ഒരമ്മയുണ്ടെങ്കിൽ അത് മോശയുടെ അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. കർത്താവിന് സ്തോത്രം. രക്തത്താൽ സ്തോത്രം. ആ വെള്ളത്തിൽ കൂടെ മോശ കൊട്ടാരത്തിലെത്തി. പക്ഷേ ഈ സഹോദരി മിരിയാം എന്ന സഹോദരി, മോശയുടെ മൂത്ത ചേച്ചി, ഈ ചെയ്ത കൊച്ചു കാര്യം വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ വെള്ളത്തിൽ കൂടെ ലക്ഷക്കണക്കിന് ആളുകളെ ഒരിക്കൽ രക്ഷപ്പെടുത്തിയ കുഞ്ഞനുജൻ സ്തോത്രം ചെങ്കടൽ മുറിച്ച് അക്കരെ എത്തിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന കൊച്ചു ശുശ്രൂഷകൾ ചെറുതല്ല കേട്ടോ. സ്തോത്രം. ചെറുതല്ല. ഈലാമസ് ആന്റി, ചെറുതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെറുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു ട്രാക്ട് കൊടുക്കുന്നത്, ദൈവം പറഞ്ഞിട്ടൊരു വീട്ടിൽ പോകുന്നത് ഒന്നും ചെറിയ കാര്യങ്ങളല്ല. ചില വർഷങ്ങൾ കഴിയുമ്പോൾ നാം ചെയ്തതിന്റെ റിസൾട്ടുകൾ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ദൈവത്തിന്റെ വചനം അവർക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ ഒത്തിരി മീഡിയാസ് ഉണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം പറയുകയാണ്, 3 പേരെ കൂട്ടി വരുത്തി. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ
ഞാൻ അവനോട് എങ്ങനെ സംസാരിക്കുന്നത്? അഭിമുഖമായിട്ടോ മറപൊരുളായിട്ടോ സ്പഷ്ടമായിട്ടോ ഞാൻ അവനോട് സംസാരിക്കും. ഇന്ന് രാത്രിയിൽ സ്തോത്രം, വ്യക്തിപരമായി ആരോടും ദൂത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ശബ്ദമാണ് സ്തോത്രം ഇന്ന് രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മോമിൻ, ദൈവം പറയാണ്, അഹരോൻ വന്നു, മോശ വന്നു, മിരിയാം വന്നു. ഒരു പ്രത്യേക വിഷയമാണ് അവിടെ പറയാണ്, ഞാൻ എൻ്റെ ദാസനായ പ്രവാചകന്മാരോട് അഭിമുഖമായിട്ടോ സ്പഷ്ടമായിട്ടോ മറപൊരുളായിട്ടോ നേരിട്ടോ സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന് അങ്ങനെയും നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഹോശയാവിന്റെ പുസ്തകം 2:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ചില മരുഭൂമികൾ എന്തിനാണെന്നറിയാമോ? നിന്നോട് ദൈവത്തിന് ഹൃദ്യമായി സംസാരിക്കാൻ വേണ്ടിയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാം മോറിയാമല കയറി മകനെയും കൊണ്ടുപോയി യാഗം കഴിച്ച് സ്തോത്രം മകന്റെയും കെട്ടഴിച്ച് കരുതലിനെ ചുറ്റിക്കെട്ടിയ കാട്ടുവള്ളിയുടെ കെട്ടും പൊട്ടിച്ച് ആരാധിച്ച് സ്തോത്രം ചെയ്ത് ജയമെടുത്ത് ആ പകൽ ആ മലയ്ക്ക് ഒരു പുതിയ പേരിട്ട് യഹോവ ഇരേ എന്ന് പേര് വിളിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് റിജക്റ്റഡ് ആയ ആ ഹാഗർ ദൈവത്തിനൊരു പുതിയ പേര് വിട്ടു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നല്ലോ. ചില മരുഭൂമികൾ സ്തോത്രം എന്തിനെന്നറിയാമോ? നിന്റെ ദൈവത്തെ വെളിപ്പെടുത്താനാ. നിന്റെ തലമുറയെ സ്തോത്രം പുലർത്തുന്നതിന് വേണ്ടിയാ. നിനക്ക് കാണാൻ കഴിയാത്ത പല കരുതലുകളും, നിനക്ക് ഇതുവരെ പ്രാപിക്കാൻ കഴിയാത്ത പല കരുതലുകളും സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിലെത്തിയ ഹാഗറെ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില ഹാഗർമാരോട് പറയുന്നു, സ്തോത്രം, അബ്രഹാം യഹോവ ഇരേ എന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഹാഗർ ദൈവത്തിന്റെ പേര് വിളിച്ചവളാണ്. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ചില മരുഭൂമികൾ ദൈവത്തിന് നമ്മളോട് ഇടപെടാനുള്ള മരുഭൂമികളാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ശിഷ്യന്മാര് യേശു കർത്താവിനോട് പറയാണ്, കർത്താവേ, ഇപ്പോൾ നീ മറവറുകളായിട്ടല്ല, ഇപ്പോൾ നീ എല്ലാം സ്പഷ്ടമായിട്ട് ഞങ്ങളോട് സംസാരിക്കും. സ്തോത്രം. പുതിയ നിയമത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? മറവറുകളായിട്ടല്ല. സ്തോത്രം. സ്ക്രീനിന്റെ പുറകിൽ നിന്നല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, സ്പഷ്ടമായിട്ടാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്? ദൈവം എന്നോട് സംസാരിക്കുന്നത് വളരെ സ്പഷ്ടമായിട്ടാണ്. ദൈവത്തോട് സ്തോത്രം. പോകട്ടെ, അങ്ങനെ പുരുഷാരം ദൈവത്തിന്റെ വചനം കേൾക്കാൻ ആ ഗന്യസ്രയത്തെ തടാകത്തിന്റെ തീരത്ത് തിക്കി തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കണ്ണിൽ 2 പടക് പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ ഒരു പടകിൽ യേശു വന്ന് കയറി. സ്തോത്രം. കൃപയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ ഒരു സാക്ഷ്യം പറയാനുണ്ട്. വലയും ചുരുട്ടി പടകും കരയ്ക്ക് അടുപ്പിച്ച് ഒരു കുറ്റിയിൽ ചുറ്റിക്കെട്ടി വീടിലേക്ക് പോകാമെന്ന് കരുതി നിൽക്കുമ്പോൾ സ്തോത്രം, യേശു പടകിൽ വന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്തോഷം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. യേശു പത്രോസിന്റെ പടകിൽ കയറി അവൻ പുരുഷാരത്തോട് പിന്നീട് പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്ക് കാര്യങ്ങൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. പക്ഷെ പടകെന്നൊരു സബ്ജക്റ്റിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വേഗം 10 മിനിറ്റിനുള്ളിൽ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ പടകിൽ യേശു നിന്നുകൊണ്ട് ഇപ്പോൾ പുരുഷാരത്തോട് സംസാരിക്കുന്നു. ഈ പടകിന്റെ അങ്ങേ തലയ്ക്കൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. സ്തോത്രം. അവന് ദൈവവചനം കേൾക്കാനുള്ള ആഗ്രഹമല്ല. ഈ പ്രസംഗം ഒന്ന് നിർത്തിയിട്ട് എപ്പോഴാ ജോസ് പാസ്റ്റർ ഒന്ന് ആശീർവാദം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇറങ്ങണമെന്ന് കരുതി നിൽക്കുന്നവരെ പോലെ ആ പടകിന്റെ അമരത്തൊരു പത്രോസ് നിൽപ്പുണ്ട്. എന്താ കഴിഞ്ഞ രാത്രിയിലെ അവന്റെ കൈകളുടെ പ്രയത്നങ്ങളൊക്കെ, അധ്വാന ഫലം എല്ലാം നിഷ്ഫലമായി പോയി. ഒന്നും പ്രയോജനപ്പെട്ടില്ല. ചെയ്തതൊന്നും പ്രയോജനപ്പെടാതെ പോയ കഴിഞ്ഞ രാത്രിയിലത്തെ നീറുന്ന വേദന കൊണ്ട് ഈ പടകൊന്ന് ഒഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും യേശു ഒന്ന് പ്രസംഗം അവസാനിപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് കരുതി നിൽക്കുമ്പോൾ യേശു അവസാനം പുരുഷാരത്തിൽ നിന്നും മുഖം തിരിച്ച് പത്രോസിലേക്ക് യേശു മുഖം തിരിച്ചു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചില പത്രോസുമാരോട് ഞാൻ ദൂത് പറയാം. സ്തോത്രം, സ്തോത്രം. ഇതുവരെ നിനക്ക് പ്രതികൂലമായി നിന്ന കർത്താവിന്റെ മുഖം
ഇനിയും നിനക്ക് ഫേവർ ആകുന്ന ഒരു സീസൺ. സ്തോത്രം. അത് നിങ്കിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സീസൺ. ആ മുഖം നിന്നിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു കാലം. ഇന്ന് രാത്രിയിൽ ആരോടോ പത്രോസിനേക്ക് യേശുവിന്റെ മുഖം തിരിഞ്ഞതുപോലെ ആമേ സ്തോത്രം. ഇതുവരെയും എന്തേ കർത്താവ് എന്നെ കണക്കിടാത്തത്? എൻ്റെ ഫയല് മാത്രം എന്താ തുറക്കാത്തത്? എനിക്ക് മാത്രം എന്താ ഇത്രയും വലിയ ശോധന? എന്നോട് മാത്രം എന്താ കർത്താവ് ഒന്നും ഇടപെടാത്തത് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഭാരപ്പെടുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇല്ല, നിന്നോട് ഇടപെടാൻ, നിന്നോട് അഭിമുഖമായി നിന്ന് സംസാരിക്കാൻ, നിന്നെ ഒന്ന് ഫേവറായി കൊണ്ടുവരാൻ, നിന്നിൽ എനിക്കൊന്ന് പ്രസാദിക്കാൻ എനിക്കൊരു കുറച്ച് സമയം ആവശ്യമാണ്. സ്തോത്രം. പുരുഷാരത്തിന്റെ കെട്ടഴിഞ്ഞ്, പുരുഷാരത്തിന്റെ കെട്ടുപൊട്ടിച്ച്, ആമേൻ, പുരുഷാരത്തിന് കൊടുക്കേണ്ട ആഹാരം കൊടുത്തിട്ട് യേശു പത്രോസിനെങ്കിലേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, സ്തോത്രം, ആമേൻ, ഈ പടക് ആഴത്തിലേക്ക് ഇറക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പടക് ആഴത്തിലേക്ക് ഇറക്കണം. സ്തോത്രം. എന്തിനാ? മീൻപിടുത്തത്തിന്. ആമേൻ. മീൻ പിടിക്കേണ്ടത് രാത്രിയല്ലേ? മീൻ പിടിക്കേണ്ടത് ഇരുട്ടിയിട്ടല്ലേ? ഇത് പകൽ സമയമാണ്. നിന്റെ യുക്തിയും എൻ്റെ യുക്തിയും രണ്ടും രണ്ടാണ്. നിന്റെ യുക്തി പറയുന്നു, ആമേൻ, നിന്റെ കൈകളുടെ അധ്വാനം ഇരിക്കുന്ന രാത്രിയിലാണ്. പക്ഷെ ഞാൻ പറയുന്നു, സ്തോത്രം, നിന്റെ ബുദ്ധിക്ക് അപ്പുറത്ത്, നീ ചോദിക്കുന്നതിനേക്കാൾ, നീ നനയ്ക്കുന്നതിനേക്കാൾ, നീ ചിന്തിച്ചതിനേക്കാൾ അതിനപ്പുറത്ത് നിന്റെ കയ്യിൽ അളന്നു തരാൻ എൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൂതൂടെ പറയാം. ഇന്നലകളിൽ നീ പറഞ്ഞിട്ട് അനുസരിക്കാതെ പോയ, ഇന്നലകളിൽ നിനക്ക് കീഴ്പ്പെടാതെ പോയ നിന്റെ സഭയിലെ മൂപ്പന്മാർ, നിന്റെ കുടുംബത്തിലെ തലമുറകൾ, നിന്റെ വീട്ടിലെ മക്കൾ ഇന്ന് രാത്രിയിൽ ലക്ഷ്യമില്ലാതെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുന്ന മത്സ്യങ്ങളെ പോലെ നിനക്ക് കീഴ്പ്പെടാതെ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ മീറ്റിംഗ് നീ കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇന്നലെ രാത്രി നീ ഒത്തിരി വലയിറക്കിയിട്ടും ഒരൊറ്റ മീൻ പോലും നിന്റെ വലയ്ക്കകത്ത് അനുസരണത്തോടെ വന്നു കയറിയില്ല. പക്ഷെ യേശുവിന്റെ സമയമായപ്പോൾ വെള്ളത്തിന്റെ പ്രത്യേകം നമുക്കറിയാം, പരിധികളില്ല. അമ്മേ, കുതറിയോടുന്ന, അഹങ്കരിച്ച് നടക്കുന്ന, ആമേ സ്തോത്രം, 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 കൂത്താടി നടക്കുന്ന, ആമേ സ്തോത്രം, ആ കുന്തളിച്ച് നടക്കുന്ന, ആ യൗവനമോഹത്തിൽ നടക്കുന്ന ചില മീൻ പറ്റങ്ങളെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ വലയ്ക്കകത്ത് കുരുക്കാൻ ദൈവാത്മാവിന് പദ്ധതി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അനുസരിക്കാത്തതിനെ, കീഴ്പ്പെടാത്തതിനെ, മാനസാന്തരപ്പെടാത്തതിനെ, നീ പറഞ്ഞിട്ട് ഒതുങ്ങാത്തതിനെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ, നിന്റെ കൃപയുടെ വലയ്ക്കകത്ത് കൊണ്ടെത്തരാൻ ഇന്ന് രാത്രി പത്രോസെ യേശുവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പടക്, യേശു പത്രോസിന്റെ പടകിൽ കയറി. സ്തോത്രം. അമ്മ, ഞാൻ വേഗം ഇവിടുന്ന് പോയി, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് പറയാനുണ്ടെങ്കിലും സ്തോത്രം. രണ്ടാമത്തെ ഒരു പടക് മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ, അമ്മേൻ സ്തോത്രം, സ്തോത്രം, 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പടക് നമുക്ക് അവിടെ കാണാം. സ്തോത്രം. ആ പടകിൽ യേശു ശിഷ്യന്മാരെ കയറ്റി. സ്തോത്രം. ഇവിടെ ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ്. സ്തോത്രം. ഈ പടകിൽ ശിഷ്യന്മാരെ കയറ്റിയിട്ട് യേശു പറയാണ്, നാം അക്കരയ്ക്ക് പോകാം. ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ അക്കരയ്ക്ക് പോകാന്നല്ല, നാം അക്കരയ്ക്ക് പോകാം. സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തോണേ, ആമേ സ്തോത്രം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ അനാഥരല്ല. സ്തോത്രം. ഈ യാക്കോബ് അങ്ങ് ആ ബഥേലിലേക്ക് മടങ്ങി വരുന്ന ഒരു വരവുണ്ട്. സ്തോത്രം. ദൈവം പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായി നീ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ പോവാ. 20 വർഷത്തിന്റെ അലച്ചിൽ അവസാനിപ്പിച്ച് നിന്നെ ഞാൻ ബഥേലിലേക്ക് മടക്കിക്കൊണ്ടുപോകും. സ്തോത്രം. അങ്ങനെ മടങ്ങി വരുമ്പോൾ 31-ാമത്തെ അധ്യായത്തിൽ അവനെതിരായിട്ട് ഒരു വലിയ സൈന്യം കയറി വരിക. അപ്പോൾ അവനൊരു പേര് വിളിച്ചു, ഇത് ദൈവത്തിന്റെ സൈന്യം. അവനതിനെ മഹനീയം എന്ന് പേര് വിളിച്ചു. എന്തിനാ ഈ ഒരു വെളിപ്പാട് യാക്കോബിനെ കാണിച്ചെന്ന് ചോദിച്ചാൽ, അടുത്ത അധ്യായത്തിൽ യാക്കോബ് ഒറ്റപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ആളുകളുടെ ബന്ധമില്ല. സ്തോത്രം, സ്തോത്രം. ആടുമാടുകളിൽ എല്ലാം അക്കരയെത്തി. ഇക്കരെ നിന്ന് ഒരുവൻ ഒറ്റപ്പെട്ടു പോയി. സ്തോത്രം. അടുത്ത ദിവസം എന്ത് സംഭവിക്കാം? 20 വർഷങ്ങളുടെ പുറകിൽ കിടക്കുന്ന സഹോദരന്റെ കൊലവിളിയുടെ ശബ്ദം എവിടെ നിന്നോ തന്റെ കാതിൽ വന്ന് കേട്ടു. സ്തോത്രം. അവന് വല്ലാത്തൊരു ഭയം അകത്തുണ്ടായി. ഒരുപക്ഷെ എൻ്റെ സഹോദരനും 400 ആളുകളും കൂടി ഇക്കരയ്ക്ക് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമ്പത്തിനെയും വേട്ടയാടി നശിപ്പിച്ച് കളയുമോ എന്നൊരു വല്ലാത്ത ഭയം അകത്ത് വേട്ടയാടിയപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് പറഞ്ഞു, മോനെ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു സൈന്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയല്ലോ, ആരുമില്ലല്ലോ, വളർത്തിയ മക്കളോ പ്രാർത്ഥിച്ച്
കൃപയിൽ ബലപ്പെടുത്തി നിർത്തിയ കൂട്ടുവിശ്വാസികളോ ആരും കൂട്ടിനില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. യാക്കോബിന്റെ അടുക്കൽ ഒരു മഹനീയം തുറന്നു കാണിച്ചിട്ട് പറയുക, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാൻ അയക്കുന്ന ഒരു വലിയ സൈന്യമുണ്ട്. എത്ര പേര് അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? നാം കർത്താവിന്റെ ദൂതന്മാർ നിന്റെ ഇടത്തും വലത്തുമുണ്ട്. നിന്നെ കാപ്പാൻ, നിന്റെ വഴികളെ സൂക്ഷിപ്പാൻ, നിന്റെ കാലുകൾ കല്ലുകളോട് തട്ടിപ്പോകാതിരിപ്പാൻ, നിന്നെ അവരുടെ കൈകളിൽ വഹിച്ച് ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറയാണ്, നാം അക്കരയ്ക്ക് പോകാം, നാം അക്കരയ്ക്ക് പോകാം. അവർ അക്കരയ്ക്ക് പോവുകയാണ്. പക്ഷേ പടകിന്റെ ഈ അമരമുണ്ടല്ലോ, പടകിന്റെ ഈ പടികളുണ്ടല്ലോ, അതെല്ലാം കവർ ചെയ്ത് ഈ തടാകത്തിലെ വെള്ളം കാറ്റടിച്ച് ഇതിലേക്ക് വരികയാണ്. നീ സുരക്ഷിതമെന്ന് കരുതിയ നിന്റെ പടകിന്റെ ബൗണ്ടറി കടന്ന് നീ സെക്യൂർഡ് ജീവിതത്തിലേക്ക് വല്ലാതെ കടന്നു കയറി വരുമ്പോഴും ഓർക്കണമേ, സ്തോത്രം സ്തോത്രം, സമുദ്രത്തിലെ തിരമാലകൾക്ക് അതിരു വരച്ചവൻ ഇന്ന് രാത്രി നിന്റെ പടകിൽ നിശബ്ദനായി കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നീ ചിന്തിച്ചു, പടക് നിനക്ക് സുരക്ഷിതത്വമാ. ഈ പടക് അതിന്റെ പടികൾ കടന്ന് ഒരിക്കലും ഈ ഉപ്പുവെള്ളം ഈ പടകിലേക്ക് വരില്ലെന്ന് നീ കരുതി. പക്ഷെ ഈ യാത്ര ഒരു വല്ലാത്ത യാത്രയായി പോയി. ഈ വല്ലാത്ത യാത്രയിൽ നീ അനുഭവിച്ച പോരാട്ടം ഒരു പ്രാണനെതിരെ വന്നൊരു പോരാട്ടമായിരുന്നു. എന്താണെന്നറിയാമോ? ഒരു വർഷങ്ങളുടെ പുറകിൽ അപ്പനമ്മ ഇറങ്ങിത്തിരിച്ച് ആരാധനയ്ക്ക് വേണ്ടി പണിത് വെച്ച പള്ളിയും ആമേ സ്തോത്രം ഉയർത്തിപ്പണിത സഭാഹോളും പെയിന്റ് കൊണ്ടും കളറ് കൊണ്ടും മനോഹര യഹോവ ഇരയെന്നോ ബഥേലെന്നോ എബനേസർ കോട്ടേജ് എന്നോ ഒക്കെ എഴുതിയെങ്കിലും അകത്ത് യാഗമില്ല, അകത്ത് പ്രാർത്ഥനയില്ല, അകത്ത് ഉപവാസമില്ല, അകത്ത് വിശുദ്ധിയില്ല. അതുകൊണ്ട് എന്നാ പറ്റി? ഒരുത്തൻ അക്കരെ കിടന്ന് നിലവിളിക്കുക, സോമി പൊട്ടിച്ചും സ്തോത്രം ആത്മഹത്യക്ക് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്തോത്രം അന്നേരമായി യേശു പറഞ്ഞത്, നാം അക്കരയ്ക്ക് പോകാം. വിശദീകരിക്കണമെന്നുണ്ട്. യോശുവയുടെ പുസ്തകം എപ്പോഴെങ്കിലും നിങ്ങൾ 22-ാം അധ്യായം എടുത്തു വായിക്കണം. മനശ്ശയും സ്തോത്രം മനശ്ശയുടെ പാതിഗോത്രവും 2.5 ഗോത്രം ഇക്കരെ നിന്നു. അവരുടെ വാഗ്ദത്തം യോർദാൻ അക്കരയാ. പക്ഷെ അവർ ഇക്കരെ നിന്നിട്ട് പറയുക, നമുക്കൊരു പള്ളി പണിയാം. എന്തിനാ? യാഗത്തിനല്ല. പിന്നെ എന്തിനാ? അടുത്ത തലമുറ വരുമ്പോൾ നിങ്ങളും പെന്തക്കോസ്തിലാണോ എന്ന് ചോദിച്ചാൽ പറയണം, എന്താണ്ട് ഞങ്ങളുടെ പള്ളി ില്ലേ എന്നാ മനോഹരമാണ്, നല്ല പെയിലല്ല, നല്ല സൗണ്ട് സിസ്റ്റം. പക്ഷെ എന്നാ കുഴപ്പമെന്നറിയാമോ? അത് യാഗം കഴിക്കാൻ പണിതല്ല. അടുത്ത തലമുറ ചോദിക്കുമ്പം അവർക്ക് ചൂണ്ടിക്കാണിക്കാന് ഞങ്ങൾ IPC-യാ, ഞങ്ങൾ AG-യാ, ഞങ്ങളുടെ സെൻട്രൽ പാസ് ഇനിയാളാ, ഇതൊക്കെ പറയാൻ ആത്മീയ നികളത്തോടെ പണിതതാ. പക്ഷേ കുറെ കഴിഞ്ഞപ്പം ആരാധിക്കാൻ പണിതത് ആരാധന ഇല്ലാതായപ്പം അവിടെ കയറി പോരാടിയത് ഭൂതാത്മാക്കളാ. അവിടെ വളർന്നത് പന്നികളാ. ദൈവത്തിന് സ്തോത്രം. അവിടെ നിൽക്കുന്നതെല്ലാം മരണത്തിന്റെ ദൂതന്മാരാ, ആത്മഹത്യയുടെ ദൂതന്മാരാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചില ദേശങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ ശാപങ്ങളെ, കരങ്ങളെ ഉയർത്തി ഒന്ന് ആത്മാവിൽ ശാസിച്ച് ദൈവത്തിന് സ്തോത്രം സ്തോത്രം മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തകൾ ചില കുടുംബത്തിൽ ദേശത്തിലിട്ട് ശത്രു ചില ദേശങ്ങളെ അടിമപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി പറ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ ആ ദേശത്ത് ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ചില ദുരന്തങ്ങൾ, ചില ആത്മഹത്യകൾ, ചില കൂട്ട മരണങ്ങൾ ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് തന്നെ പൊളിച്ചു കളയട്ടെ. രക്തത്താൽ ജയം. സ്തോത്രം. മടങ്ങി വരികയാ. സ്തോത്രം. ആമേ. നോക്കൂ, 2 പടകേ ഞാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. 3-മതൊരു പടക് പറയാനുണ്ട്. സമയമില്ല. എന്റെ സമയം കഴിക്കുന്നുണ്ട്. 48:7 അവന് കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കളയുന്നു. സ്തോത്രം സ്തോത്രം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. യഹോശാഫാത്ത് അഹസ്യാവുമായി ഒരു ഉടമ്പടി കൂടി. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? സ്തോത്രം. തർശീശിലേക്ക് പോകാൻ കപ്പലുണ്ടാക്കി. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്തു? ദൈവഹിതമല്ലാത്തതെല്ലാം ദൈവം ഉടച്ചു കളഞ്ഞു. എന്നാൽ ദൈവഹിതത്തിൽ യാത്ര ചെയ്തെങ്കിലും പടകിനെതിരെ പ്രതിസന്ധി വന്നെങ്കിലും ആ പടക് മുങ്ങാൻ
ആ പടക് തകരാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇല്ലെന്ന് മാത്രമല്ല, അവൻ കാറ്റിനെ ശാസിച്ചു, അവൻ കടലിനെ അമർത്തി, എന്നിട്ട് പറഞ്ഞു സ്തോത്രം, നമ്മൾ അക്കരെ എത്തും. സ്തോത്രം. അക്കരെ എത്തിയെന്ന് മാത്രമല്ല, ദീർഘവർഷങ്ങൾ കൊല്ലാൻ തടവറയിൽ ഇട്ടിട്ടും കൊല്ലാൻ കഴിയാതെ പോയ ഒരുവന്റെ ജീവിതത്തിൽ സ്തോത്രം അത്ഭുതകരമായി വിടുതൽ. അവനെയും കർത്താവ് ഒരു മിഷണറിയാക്കി മാറ്റി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ജുഡാലകദരജപസിയാദന. ഈ രാത്രി വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവർ, ഈ രാത്രി ഒരു മിഷണറി ദൗത്യമുള്ളവർ, ഒരു പ്രവാചക ദൗത്യമുള്ളവർ ഇന്ന് രാത്രി എന്നും സൂമി പ്രസംഗം കേട്ട് പ്രാർത്ഥിച്ച് മാത്രം പോകുകയില്ല. അമ്മ ദൈവസന്നിധിയിലെത്തുമ്പോൾ ഒരു പിടി കറ്റകളുമായി, ഒരു കൂട്ടം ആത്മാക്കളുമായി കർത്താവിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും ചില രോഗികളായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തെയും ഞാൻ ശാസിക്കുന്നു. അകാലമായ ആമേൻ സ്തോത്രം സ്തോത്രം. ആമേൻ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ഭീതി, വേണ്ടാത്ത ഭയങ്ങളെ ഞങ്ങൾ ഈ രാത്രി ആത്മാവിൽ ശാസിക്കുന്നു. നിങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിനെ അടിയൻ ബ്ലസ് ചെയ്യുന്നു. ജോസ് പാസ്റ്ററെ ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചന ശുശ്രൂഷ ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വിവിധ നിലകളിൽ നമ്മോട് സംസാരിച്ചു. വചനത്തിലൂടെ വ്യക്തിപരമായി സംസാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ശൂന്യമായ പടകിൽ കർത്താവ് കയറി. ആമേ സ്തോത്രം. പെരുത്ത മീൻകൂട്ടത്താൽ നിറച്ചു. രണ്ടാമത്തെ പടക് ഭയങ്കരമായ കാറ്റും കോടും തിരകളും എല്ലാം അടിച്ചെങ്കിലും അത് മുങ്ങാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ തർശീഷ് കപ്പലുകളെ ഉടച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവമല്ലാത്തത് ഉടഞ്ഞു പോകും. എന്നാൽ ദൈവമല്ല, ദൈവഹിതപ്രകാരമുള്ളതിനകത്ത് എത്ര കാറ്റും കൊളുവടിച്ചാലും ഉടയത്തില്ല. ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ കർത്താവ് നമ്മൾ നടുവിലുണ്ട്. ആമേ പല നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ആമേ നമ്മളൊറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സേന നമ്മോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി പെട്ടെന്ന് കണ്ടില്ലെന്ന് വരും. പക്ഷെ സമയമാകുമ്പോൾ അതിനുള്ള മറുപടികൾ കണ്ട് കേട്ട് സന്തോഷിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കും. ഉടകല വരകട്ടി കട്ടില എല്ലാവരും ധന്യഭാഷ പറഞ്ഞ ദൂതുകളും ആഴത്തിൽ ഏറ്റെടുത്താണ്. നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ, അവിശ്വാസങ്ങൾ മാറട്ടെ. പരസ്പരം പ്രാർത്ഥിച്ച് ആത്മനിറവിൽ മുന്നേറുമ്പോൾ ഉടവാരാജകൽക്കടക ക്ഷമനാടകന ശ്രീയാന്തനാദിയാന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിൻ്റെ ക്രമത്തിൽ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ തലമുറയിൽ നന്മയിൽ ഉടവരകന ശരീരത്തിൽ മനസ്സിൽ ആത്മാവിലൊക്കെ ദൈവം അയക്കും. ശാരീരിക ബലഹീനത മാറും, മാനസിക ബലഹീനത മാറും, ആത്മീയ ബലഹീനത, അഭിഷേകത്തിലുള്ള ബലഹീനതകൾ മാറും. ഉടവാലരകന ബലഹീനതകൾ ഉണ്ടെന്ന് നാം സമ്മതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ദൈവം പകർന്ന് നമ്മെ ബലപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? സ്തോത്രം. കാനഡയിൽ നിന്ന് വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചാസ്ത്രം പറഞ്ഞു. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസരമായ ദൈവമേ, സ്വർഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകർക്കാലം ദൈവമേ പ്ലാറ്റ്ഫോമിൽ കൂടി കർത്താവിന്റെ വലിയ വിലയേറിയ വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിനും സംസാരിച്ച കർത്താസിനെ കുടുംബമായി ഓർക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദൈവം ധാരാളമായി പിന്നെയും അനുഗ്രഹിക്കുമാറാകണമേ. വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് പടകിന് നേരെ കടന്നു വരുന്ന എല്ലാ ഓടങ്ങളെയും തിരമാലകളെയും ശാസിച്ച് അമർത്തിക്കൊണ്ട് ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പലതും കണ്ടു കേട്ട് ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ വേണം ഞങ്ങളുടെ കൂടെ നല്ല അമരക്കാരനായ ഞങ്ങളുടെ കർത്താവ് ഉള്ളതിനായി സ്തോത്രം. എത്തിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങളെ എത്തിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ കർത്താവെ നന്ദിയോടെ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കൾക്കും നല്ല വചനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ജോസ് ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങിനായി കർത്താവിന്റെ ആത്മാവാദന കൊടുത്തു. അനേക നാളുകളായി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അനേകർക്ക് ഇത് അനുഗ്രഹമായി തീർത്തുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഗാനങ്ങൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് സഹകരിപ്പാനും ആനന്ദിപ്പാനും കർത്താവ് ഇടയാക്കല്ലോ.
പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിനയം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായി ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയംഗമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷാമുഖത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവമായ കർത്താവേ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശൂന്യത മാറ്റുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആത്മഭാരമുള്ളവരായി ദൈവനാമത്തിലൂടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ. എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും കർത്താവേ, നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നമ്മോടേവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ഇന്ന് രാത്രി ദൈവത്തിരവചനം സംസാരിച്ച കർത്താസിനോടും തങ്ങളുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഐശ്വര്യമായ ദൈവത്തിന്റെ ആലോചന പങ്കുവെച്ച കർത്താവിന്റെ ദാസൻ സജി മാത്യോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത പ്രാർത്ഥനയിൽ നിങ്ങളും പരസ്പരം ഓർക്കണം. നമ്മൾ ഈ കാണുന്നവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. മുഖങ്ങളെ എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പേഴ്സണലി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.